തിരുവനന്തപുരം കഠിനംകുളത്ത് കഴിഞ്ഞ ദിവസം ആതിര എന്ന് പറയുന്ന ഒരു ഭർത്തൃവതിയായ യുവതി കൊല്ലപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അവരുടെ സുഹൃത്താണ് അവിടെ ചെന്നതെന്നും പിന്നീട് സുഹൃത്ത് അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ സ്കൂട്ടറുമായി പുറത്തേക്ക് പോയെന്നും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ ചില മൊഴികളൊക്കെ പുറത്തു വന്നല്ലോ. സിലി പറഞ്ഞത് ശരിയാണ്. ചില മൊഴികൾ, ഞെട്ടിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 12,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ആതിര എന്ന് പറയുന്നത്. ഭർത്താവ് കഠിനംകുളത്തിനടുത്തുള്ള, തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഒരു മകനുമുണ്ട്. ഈ പെൺകുട്ടിക്ക് ഈ ഇൻസ്റ്റാഗ്രാം വഴി റീൽസ് ചെയ്താണ് ഈ ജോൺസൺ എന്ന് പറയുന്ന പ്രതിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ പിന്നെ മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിൽ തുടങ്ങിയ ബന്ധം വഴിവിട്ട ബന്ധത്തിലേക്ക്, അതായത് അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലതവണ ഇയാൾ ഈ കഠിനംകുളത്തുള്ള ഈ ആതിരയുടെ വീട്ടിൽ വരുന്നു, ഇവർ തമ്മിൽ കാണുന്നു, പരസ്പരം ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇത് നിരന്തരം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജോൺസൺ എന്ന് പറയുന്ന ആൾ 2 വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടിയ ആളാണ്. അപ്പോൾ ഇയാൾ ഈ ആതിരയുമായുള്ള സ്നേഹബന്ധത്തിൽ ഇയാൾ അതിയായി വളരെ ആത്മാർത്ഥമായി ആതിരയുമായുള്ള സ്നേഹബന്ധം തുടർന്നു കൊണ്ടുപോയപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആതിരയുടെ കുടുംബത്തിൽ, അതായത് ഭർത്താവും അമ്മയുമൊക്കെ ഇക്കാര്യം അറിയുമ്പോൾ അവർ ഇതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നു ആതിര. അപ്പോൾ അവർ വീട്ടിലുള്ളവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, തെറ്റി മനസ്സിലാകുന്നു. അങ്ങനെ ആതിര ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ജോൺസനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി, അല്ലെങ്കിൽ വലിയ സങ്കടത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത ജോൺസനെ വല്ലാതെ അലട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത്, മറ്റൊരാളോടൊപ്പം ജീവിക്കരുത് എന്നുള്ള ഒരു ചിന്ത ജോൺസന്റെ മനസ്സിൽ ഉദിച്ചു വന്നു. അത് വലിയൊരു പ്ലാനായി ഇയാൾ തയ്യാറാക്കി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം, സംഭവ ദിവസം രാവിലെ 6:30 ഇയാൾ പെരുമാൻതുറയിലുള്ള, തിരുവനന്തപുരത്ത് തന്നെ പെരുമാൻതുറയിൽ ഒരു ലോഡ്ജ് എടുക്കുന്നു, അവിടെ താമസിക്കുന്നു. അവിടെ നിന്ന് രാവിലെ 6:30 മണിക്ക് കാൽനടയെ, അതായത് ബസ്സിലോ മറ്റോ വന്നാൽ ഈ കൃത്യം നടത്തിയത് താനാണ് എന്ന് തെളിയും എന്നുള്ള ചിന്തയിൽ ഇയാൾ കാൽനടയായി വരുന്നു. ഈ കഠിനംകുളത്തെ വീട്ടിലിൻ്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്നു. അതിനുശേഷം ഭർത്താവ് രാവിലെ പൂജ കാര്യങ്ങൾക്കായി അമ്പലത്തിൽ പോകുന്നു, മകൻ സ്കൂളിലേക്കും പോകുന്നു. അതിനുശേഷം ആതിര മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് ഇയാൾ നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ മതിൽ ചാടിക്കടന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ആതിര വിളിച്ച് വീടിനകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം എനിക്കൊരു ചായ ഇട്ട് തരണം എന്ന് ആതിരയോട് പറയുന്നു. ആതിര ചായ ഇടാനായി അകത്തേക്ക് പോയപ്പോഴാണ് ഇയാളുടെ ആ ക്രൂര ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നുള്ളതാണ്. ചായ ഇടാനായി ആതിര അകത്തേക്ക് പോയപ്പോൾ ആതിര കിടക്കുന്ന കട്ടിലിൻ്റെ മെത്തയുടെ അടിയിൽ ഇയാൾ ഒരു കത്തി സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ഇവർ തമ്മിൽ സംസാരം നടക്കുന്നു. എന്നോടൊപ്പം നീ വരണം എന്നുള്ള സംസാരം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, എന്നോടൊപ്പം നീ വന്ന് ജീവിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് മകനെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല, ഇതുവരെ ഉണ്ടായതെല്ലാം മറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആതിര ഇയാളെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഇയാൾ കേൾക്കുന്നില്ല. പിന്നീട് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇവർ നേരത്തെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. വീണ്ടും അന്നത്തെ അതേ ദിവസം, ആതിര കൊല്ലപ്പെടുന്ന അതേ ദിവസം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ ഏറ്റവും ക്രൂരമായ പ്രവർത്തനം നടത്തിയതെന്നുള്ളതാണ്. ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് വലത് കൈകൊണ്ട് ബെഡിനടിയിൽ നിന്ന് കത്തി എടുത്ത് ആതിരയുടെ കഴുത്തിലേക്ക് കുത്തി ഇറക്കുന്നു. എന്നിട്ട് ആ കത്തി വലിച്ചൂരി ഇയാൾ കഴുത്തറുക്കുന്നു. അതിനുശേഷം ആതിര മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദേഹത്തും ഷർട്ടിലും ഒക്കെ അവിടെയൊക്കെ രക്തക്കറയായി ഇയാൾ ഈ ഡ്രസ്സ് ഊരി രക്തക്കറയെല്ലാം തുടച്ചിട്ട് ഡ്രസ്സ് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇയാൾ ആതിരയുടെ ഭർത്താവിൻ്റെ ഷർട്ടും പാൻറ്റും എടുത്തിട്ടുകൊണ്ടാണ് പിന്നീട് പോകുന്നത്. അതിനുശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി ഇയാൾ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്ത് 2 ദിവസം കിടന്ന് കറങ്ങുന്നു. അപ്പോഴൊക്കെ ഈ ആതിരയുടെ ഭർത്താവിൻ്റെ പേരിലാണ് പലരും സംശയം ഉന്നയിച്ചത്. ഈ ബന്ധം പിടിച്ചതിന് ശേഷം ഭർത്താവും ആതിരയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം ഇയാൾ തീർത്തതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടാൻ തുടങ്ങി. അപ്പോൾ ഈ പൂജാരിയായ ഭർത്താവിലേക്കായിരുന്നു എല്ലാ ശ്രദ്ധയും പോയത്. പക്ഷേ പോലീസ് അപ്പോഴും ചില കാര്യങ്ങളിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ ഇത് തുടരുകയായിരുന്നു. പിന്നീട് ഈ ആതിരയുടെ മൊബൈൽ പരിശോധനകൾ മറ്റുമൊക്കെ നടത്തിയപ്പോഴാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന ആളുമായുള്ള ആതിരയുടെ ബന്ധം മനസ്സിലാക്കുന്നത്. വീട്ടുകാരിൽ നിന്നും അത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു. ഇയാളുടെ പേരും മറ്റു കാര്യങ്ങളും പുറത്തു വന്നതോടുകൂടി ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി
അവിടെ നിന്ന് തൻ്റെ തിരിച്ചറിയൽ രേഖകളും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്ത് കടക്കാനായി ശ്രമിക്കുമ്പോഴാണ് ഇയാളാണ് കൊലപാതകി എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചതായുള്ള വാർത്തകൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മരിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിഷം കുടിക്കുന്നു. പക്ഷേ അതിനു മുൻപ് പോലീസ് എത്തി പിടിക്കുന്നു. ഇപ്പോൾ അയാൾ ചികിത്സയിലാണ്. ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് പോലീസിനോട് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ജോൺസൺ നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇയാളും ഈ ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയുമായി കുറേ കാലമായി അടുപ്പത്തിലായിരുന്നു. അടുപ്പത്തിലായിരുന്നതുകൊണ്ട് വിവാഹമോചിതനായ ജോൺസൺ ഒരുപക്ഷെ ആതിരയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവാം. ഒരുമിച്ച് നമുക്ക് ജീവിക്കാം, നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാമെന്ന്. പക്ഷേ ആതിര ഒരുപക്ഷെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. മാത്രമല്ല ചെയ്ത തെറ്റുകളൊക്കെ അവർ ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ പ്രശ്നം പരിഹരിച്ച് പോകാമെന്ന് പറയുമ്പോൾ വീണ്ടും ജോൺസൺ എന്തെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകാം. ആതിരയ്ക്ക് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആതിരയെ ഫോണിൽ വിളിച്ചാൽ എടുക്കത്തില്ലാത്തതുകൊണ്ടാവാമല്ലോ നടന്നു വന്ന് മതിൽ ചാടിയൊക്കെ അകത്ത് കയറിയത്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത്. അത് പിശാചിൻ്റെ മനസ്സുള്ള ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് ഗ്രീഷ്മയുടെ ഒരു കാര്യം തന്നെ. അപ്പോൾ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി കൊല്ലുക എന്ന മനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എത്ര ക്രൂരമായും ഒരാളെ ഇല്ലാതാക്കാൻ മനുഷ്യ മനസ്സുകൾ തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ അത്ര സജ്ജമായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല അവിടെ നിന്ന് തന്നെ ഒരു 2 വീലർ മോഷണം പോയി നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇയാൾ വളരെ പ്ലാൻഡ് ആയിരുന്നു. അവിടെ വെച്ച് രക്തം കലർന്നാൽ ഡ്രസ്സ് മാറണം, അത് ഈ ഭർത്താവിൻ്റെ ഡ്രസ്സുകൾ ഉപയോഗിക്കാം, അപ്പോൾ കുറ്റങ്ങൾ മുഴുവൻ ഭർത്താവിലേക്ക് എത്തിച്ചേരാം. ഇതിനുള്ള സൂചനകൾ അവിടെ നിർത്തുന്നുണ്ട്. മാത്രമല്ല വീട്ടിൽ ഭർത്താവും പുറത്താണ്, അതുപോലെ മകനും സ്കൂളിൽ പോയി, പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ആത്മവിശ്വാസമായിരിക്കും ഇയാളെ കോട്ടയത്ത് എത്തിച്ചത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞെങ്കിലും പോലീസിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണം അത് തന്നെ ആയിരിക്കും ഇയാളിലേക്ക് എത്തിയത് അല്ലേ. എന്തായാലും ഒടുവിൽ പ്രതിയെ കിട്ടി എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒരു അന്വേഷണം മികവെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിപ്പോൾ ഇവർ പറയുന്നത് 1 വർഷമായി ഈ ആതിരയുമായി ജോൺസൺ പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ റീൽസിലൂടെയാണ് പരിചയം. പക്ഷെ അതിലൊക്കെ അപ്പുറം ഈ ആതിരയും ജോൺസണും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് തുക ജോൺസന് നൽകി ആതിര ജോൺസനെ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ജോൺസൺ ആതിര 1 ലക്ഷം രൂപയോളം ആദ്യം നൽകിയിരുന്നു. കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുൻപ് 25,000 രൂപ ഈ പെൺകുട്ടിയിൽ നിന്ന് ഇയാൾ വാങ്ങിയിരുന്നു എന്ന് കണ്ടെത്തി. മാത്രമല്ല ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രങ്ങൾ മുഴുവൻ ഈ ജോൺസൺ വീഡിയോ ആയിട്ട് പകർത്തി മൊബൈലിൽ സൂക്ഷിച്ചിരുന്നു. ഈ വീഡിയോ ഈ പെൺകുട്ടിയെ കാണിച്ചിട്ടാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ ആതിരയുടെ ഭർത്താവിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അയാൾ ഈ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും നല്ലൊരു സ്വൈര്യ ജീവിതം, അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോഴും ഇയാൾ ഈ ലൈംഗികമായി ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന ഈ വീഡിയോ കാണിച്ചാണ് ഈ പെൺകുട്ടിയെ ഭയപ്പെടുത്തിയിരുന്നത്. അത് വീട്ടിൽ കാണിക്കും, ഭർത്താവിനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഇയാൾ വീണ്ടും ലൈംഗിക ബന്ധം നടത്തുന്നതും ഇയാൾ പണം വാങ്ങുന്നതും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല നീ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്ന് ജീവിക്കണം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പലതവണ ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും അത് നടക്കില്ല, എൻ്റെ മകനെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ വരില്ല എന്ന് ഈ പെൺകുട്ടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഇയാൾ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഘട്ടത്തിൽ ഇത് തെറ്റാണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ ഇനി പിടിച്ചു നിൽക്കാനായി കൊലപാതകം നടത്തിയെന്നു. ഇതും അതുപോലെ തന്നെയാണ്. ആതിരയ്ക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. പക്ഷേ ആ തെറ്റ് തിരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇയാളുമായുള്ള ബന്ധം വീണ്ടും നടന്നതും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായതും ഇപ്പോൾ ഈ മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചത്. എന്തായാലും പോലീസിന്റെ അന്വേഷണ മികവിനെ തന്നെ നമുക്ക് അഭിനന്ദിക്കാം. തീർച്ചയായിട്ടും.